Yo, welcome guys, welcome back to another video of FC Mobile guys. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ക്യാപിറ്റൽ ലയൺസിൻ്റെ പുതിയ ഇവൻറ്റ് വന്ന് ക്യാപിറ്റൽ ലയൺസ് എന്നൊരു ഇവൻറ്റ് വന്നെന്ന് അറിയാം. അപ്പം അതിൽ നമ്മൾ ചലഞ്ച് മോഡ് വന്നിട്ടുണ്ട്. അതിൽ 5000 ജെംസ് കിട്ടുമെന്നാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെത്തുന്ന പരിപാടി 5000 ജെംസ് ഒപ്പിക്കുക എന്നാണ്. 5000 ജെംസ് കിട്ടുന്നതാണ്. ഒരു 500 വെച്ചിട്ട് കിട്ടുമെന്നാണ് ചലഞ്ച് മോഡ് കൊടുത്തേക്കുന്നത്. ഞാൻ ഇന്നലെ നോക്കിയപ്പം അത് 5000 ഉണ്ടായിരുന്നു. വൺ മോർ ഡേ എന്നവർ പറഞ്ഞ് ഇവിടെ UEFA കൗണ്ട് ഡൗൺ ഒക്കെ കൊടുത്തിരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഇവൻറ്റ് വന്ന് കാണുമായിരിക്കും ഗൈസ്. അപ്പോൾ നോക്കാം. എനിക്കിനി ഒരു 9 ഷാർട്സും കൂടെ വേണം, 9 വൗച്ചറും കൂടെ വേണം. എനിക്ക് ആ ഒരു 10 ഡ്രാഫ്റ്റ് പൊട്ടിച്ചതിൻ്റെ ഇത് കിട്ടാൻ വേണ്ടി. ഇവിടെ എന്തോ അൺക്ലെയിംഡ് ഗസറ്റൊക്കെ അത് നമ്മുടെ ഇതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ 117 OVR എന്ന ടീം. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നത്തെ പരിപാടി നമുക്ക് ലൈവ് ഇവൻറ്റിൽ പോയിട്ട് ഇത് പോയി കളിക്കാനാണ്. ഈ ചലഞ്ച് മോഡ് നിങ്ങൾക്കപ്പോൾ ഫസ്റ്റ് റൗണ്ട് ആയല്ലയോ, മാച്ച് കളിച്ചില്ല. അതുകൊണ്ട് എല്ലാം 500 എന്നും വെച്ചിരിക്കുക. 1 2 3 4 5 6 7 8 9 മാച്ച് കളിക്കണം. അത് കിട്ടണമെങ്കിൽ കുറച്ച് പെടാപ്പാടാണ് ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കൂടെ ഷെയർ ചെയ്യണം. ഇതുപോലെ FC മൊബൈലിലെ വീഡിയോ ഇടണമെങ്കിൽ നിങ്ങൾ കമൻറ്റും കൂടെ ചെയ്യണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അത് നമുക്ക് നല്ല എളുപ്പമുള്ള ടീം ആയിരിക്കും കിട്ടുന്നത്. നമുക്ക് നോക്കാം. കുറച്ച് എളുപ്പമുള്ള ടീമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മൾ മാച്ച് ആരംഭിക്കാൻ പോവുകയാണ്. നൈസ്. 80 OVR കുറച്ച് എളുപ്പമുള്ള ടീമായിരിക്കും ഗൈസ്. ഒരു 2 മട്ട നമുക്ക് കുറച്ച് എളുപ്പമുള്ള ടീമായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. ഓവൻ ഷിറ്റ്, വെരി ബാഡ്. ഇവർ എന്നാത്തിനായി പരിപാടി കാണിക്കുന്നതെന്ന് എനിക്ക് ദൈവത്തിന് അറിയില്ല. അത്രയേ ഉള്ളൂ ഗൈസ്. ഒരു ഗോൾ അങ്ങോട്ട് അടിച്ച് കയറ്റിയിട്ടുണ്ട്. കുഴപ്പമില്ല, ഈ കളി നമ്മൾ എന്തായാലും ജയിക്കുന്നൊരു കളിയാണ്. നമുക്ക് ശ്രദ്ധിച്ച് നമുക്കിട്ടൊന്ന് പണി നോക്കാം. അത് നൈസ് സ്കീമായിരുന്നു. സലായിക്ക് ഒരു ഗോൾ അടിക്കട്ടെ. പാൻ ചറക്കനില്ലയോ. ഇത്രയേ ഉള്ളൂ ഗൈസ്. 4 മുട്ട നമുക്ക് എളുപ്പത്തിൽ കളി സുഖമായിട്ട് ജയിക്കാവുന്ന കളിയാണ് ഗൈസ്. റിവറിയും കൂടെ ഒന്ന് അടിച്ച് കയറ്റിയാൽ മതി. സിക്കോ അയ്യോ, ഗോൾ കീപ്പർ ഒരു സേവായിരുന്നു നമ്മുടെ നടന്നത്. ഉയ്യോ ഒരു ബൈസൈക്കിൾ ആവേണ്ടായിരുന്നു ഗൈസ്. മാർക്ക് കുറേല. റിവറിന്ന് അടിച്ച് കയറ്റിക്കോട്ടെ. ഓക്കെ, 5 മുട്ട അവിടെ ഇട്ടും കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഓക്കെ വെച്ച് എളുപ്പമുള്ള ടീമായത് കൊണ്ടായിരിക്കും. വലിയ ഡിഫെൻസീവ് ഇല്ലാത്ത ടീമാണെന്ന് തോന്നുന്നു. എനിക്ക് റിയലി നോർമൽ ടീമായിരിക്കും. അതുകൊണ്ടായിരിക്കും അവർക്ക് ഇത്രയും വലിയതായിട്ട് കളിക്കാൻ പറ്റാത്തത്. ഓക്കെ, നമുക്ക് എത്ര ടീമായാലും നമ്മുടെ ലക്ഷ്യം വെച്ചാൽ നമുക്ക് 5000 ഒപ്പിക്കണമെന്നാണ്. നമുക്ക് 5000 ഒപ്പിക്കാന്ന് വെച്ചാൽ ഉള്ളിൽ വലിയ പാടൊന്നും അല്ലെന്നാണ്. സ്ഥലം അടിച്ചിട്ടുണ്ട്. ഓക്കെ, 7 മുട്ട നമുക്ക് 10 മുട്ടയെന്ന് ആക്കിയാലോ ഗൈസ്. ഒഴിഞ്ഞാനുള്ള ടൈമൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്.
ഗൈസ് അത് ഓഫ് സൈഡായിരുന്നു. എന്നാലും നമ്മൾ കളി ജയിച്ചു 7 മുട്ടയ്ക്ക്. ഒരു 5 ഗോള്, ഒരു ഗോള് പോലും കൺസിഡർ ചെയ്യാതെ. ഓക്കെ, ഐ അപ്രിഷ്യേറ്റ് ദിസ് ഗെയിം. ഓ, അത് കറക്റ്റ് ഒരു ഷൂട്ടിംഗ് ആയിരുന്നു ഗൈസ്. നിങ്ങളെ കൂടുതൽ ആ ഒരു സെറ്റ് അസിസ്റ്റായിരുന്നു. എനിക്കിഷ്ടമുള്ളൊരു പ്ലെയറാണ് സീക്കോ. നമ്മൾ ആ കളി നമ്മൾ ജയിച്ചിരിക്കുന്നു ഗൈസ്. നമ്മൾ ആ കളി അടിപൊളിയായിട്ട് കളി എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കളി നമ്മൾ ജയിക്കും. അടുത്ത കളി നമ്മൾ ജയിക്കാനാണ് സാധ്യത. 500 ജെംസും കൂടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ മാച്ച് റൗണ്ട് 2 നമ്മൾ എടുക്കണം. ഓക്കെ, നിങ്ങളും ഇതുപോലെ കുറച്ച് ഇത് എളുപ്പമുള്ള ടീമാണ് വെച്ചാൽ നമുക്ക് നല്ലൊരു 115 മുകളിൽ OVR ഉള്ള ടീമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഗെയിം സുഖമായിട്ട് അടിച്ചെടുക്കാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു ട്രസ്റ്റ് അതാണ്. ഐ ഹാവ് എ ഗ്രേറ്റ് ട്രസ്റ്റ്. ഓക്കെ, ബട്ട് എനിക്ക് പ്രശ്നമെന്ന് വെച്ചാൽ ബട്ട് ദ പ്രോബ്ലം ഈസ് നമ്മൾ ഗെയിം കളിച്ച് ഓരോ ലെവൽ എടുത്തുകൊണ്ടിരിക്കുമ്പോഴും ആ OVR കൂടുകയും ഇറ്റ്സ് വെരി ഹാർഡ് ബട്ട് വി ക്യാൻ സ്കോർ ഈസിലി. എനിക്ക് ബെസ്റ്റ് റൈറ്റ് വിങ്ങറാണ് ഈ സല എന്ന് വെച്ചത്. വി സ്കോർ 2 ഗോൾസ്, 1 ഗോൾ. ആ ഒരു ഗോൾ അവർ നമുക്ക് വേണ്ടി തന്നായിരിക്കും. ഡി ജോങ് നമ്മുടെ ബാഴ്സ പ്ലെയറാണ് ഗൈസ്. ഡി ജോങ് ഒരു ബാഴ്സ പ്ലെയറാണ്. റിബേറി നൈസ് ഗോൾ. ഐ ലൈക്സ്. ഒരു അസിസ്റ്റ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ ഒരു അസിസ്റ്റായിരുന്നു കേട്ടോ. റിബറി എനിക്ക് സീക്കോയുടെ പ്രസ്സാണ്. സീക്കോ നമുക്ക് നല്ല രീതിക്ക് പ്രസ് കൊടുക്കാം. നമുക്ക് ഡബിൾ ഗോൾ അടിച്ചാലോ. ഒരു പന്ന ടീമായതുകൊണ്ട് വലിയൊരു സുഖമില്ല. അവരായിരുന്നു അതൊരു പന്ന ഗോളായിരുന്നു ഗൈസ്. That was a bad goal guys. With low pass. നമുക്ക് 2 ഗോളെ അടിക്കാൻ കഴിച്ചുള്ളൂ. 1 ഗോൾ അവർ തന്നെയാണ് നമ്മുടെ ഭാഗ്യം ഇത്രയെങ്കിലും അടിച്ചത്. ഓക്കെ, ഞാൻ പറഞ്ഞില്ല, ഓരോ വട്ടം കൂടുന്തോറും നമുക്ക് ലെവൽ ഹാർഡായിക്കൊണ്ടേയിരിക്കണം. അതിനനുസരിച്ച് നമ്മളെ ഗെയിം പ്ലേ ഇമ്പ്രൂവ് ആക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ഗെയിം പ്ലേ ഇമ്പ്രൂവ് ആക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. FC മൊബൈലിൽ വെച്ച് കാൾ കളക്ഷൻ മാത്രമല്ല, അതുകൂടെ നമ്മൾ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാണ്. പെസ് പോലെ നമുക്ക് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാണ്. ബട്ട് പെസ് ഇച്ചിരി ബെറ്ററാണ് പെസ്. പക്ഷേ എനിക്ക് പെസ്സിനോട് വലിയൊരു പൊറുപ്പില്ല. എനിക്ക് പെസ്സിനോട് വലിയ താല്പര്യമില്ല. നമ്മൾ ഏത് കിറ്റാണ് കഴിച്ചത് എനിക്കറിയത്തില്ല. ഓക്കെ, അത് പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ.
That was a nice perfect goal. Very perfect. That I love that goal. I appreciate it. നിങ്ങളെൻ്റെ ആഗ്രഹം കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോൾ. എനിക്കിതുപോലെ ആർ കെ റെഡ്ഡിയെ പോലെ ഒരു സെറ്റ് ഗെയിമർ ആവാനുള്ള ആഗ്രഹമാണ്. അപ്പം നിങ്ങളാ ആണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി നല്ല പൈസയൊക്കെ വരുമാനം ഒപ്പിച്ച് FC പോയിൻ്റൊക്കെ എടുത്ത് വലിയ പ്ലെയർ ആവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് അപേക്ഷിച്ചുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ബോറടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ ഈ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ എങ്ങനെ 5000 ജെംസ്, ഇപ്പം നമ്മളൊരു ഫ്രീ ടു പ്ലേ അക്കൗണ്ടിൽ കളിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെ ഒരു 5000 ജെംസ് ഒപ്പിക്കാമെന്നാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ചിലപ്പോൾ വെറുപ്പുണ്ടായിരിക്കും. അത് നിങ്ങൾ നല്ല രീതിയിൽ കളിക്കുക. നിങ്ങൾക്ക് ഓരോ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പഠിക്കുക. അപ്പം ഇപ്പോൾ നല്ലൊരു ടീം ബിൽഡ് ചെയ്യുക, എങ്ങനെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നാണ് നിങ്ങൾ ഈ കളി കൂടെ നമ്മൾ പഠിക്കേണ്ടത്. നമുക്കൊരു കമൻ്ററി പറയാം. ഇപ്പോൾ ബോറടിക്കത്തില്ലല്ലോ. ഞാൻ വീഡിയോ വലിപ്പം നമുക്കായിരുന്നു. എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല, കാരണം ഒരു ചെറിയൊരു ലാഗ് ഫോണിൽ വന്ന്. അതുകൊണ്ട് നിങ്ങൾ ശ്രമിക്കണം. ചിലതൊക്കെ ഇങ്ങനെ ലാഗ് പോലെ വരും, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഏത് അമീനിയമ്മാൽ കുമീനിയമ്മാൽ വന്നാലും നമ്മളാണ് വിഷയം. ടൈം വേസ്റ്റ് ചെയ്യാതെ അത് ഷൂട്ടെടുത്ത് കളയേണ്ടതായിരുന്നു. എൻ്റെ ടീമിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് എത്ര ചാൻസ് കിട്ടിയാലും അത് കൊണ്ട് കളയും. അഞ്ച് മുട്ട ഗൈസ്. നമ്മൾ ആ കളിയും ജയിച്ചിരിക്കുന്നു. റൗണ്ട് 4 അപ്പം എനിക്ക് വീഡിയോ ഇത്രയും കളിച്ച് മടുപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇനിയും മാച്ച് ഉണ്ട്, പക്ഷേ ടൈം നിങ്ങൾ വെറുതെ കളയണ്ട. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ വെച്ച് നിർത്തുന്നു. ശരി ഗൈസ്, ബൈ ബൈ.